ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ നഗരത്തിൽ ഇപ്പോൾ പൈപ്പുകളിലൂടെ ശുദ്ധജലം വരുന്നില്ല. മാത്രമല്ല അവിടെ കുളി നിരോധിച്ചു കഴിഞ്ഞു. ശുദ്ധജലം പാഴാക്കാൻ നമുക്കിതൊക്കെ ഒരു വലിയ വാർത്തയായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലും ഒക്കെ തന്നെ ഇത് സംഭവിക്കാം. ഇന്ത്യയിലെ ബംഗളൂരു നഗരത്തിൽ ഇപ്പോൾ കടുത്ത ജലക്ഷാമമാണ് എന്ന് നിങ്ങളറിയാം. ആവശ്യത്തിന് മാത്രം ജലം ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ ഉണർന്നില്ലെങ്കിൽ അധികം വൈകാതെ ഇവിടെ കുളിയും തേവാരവും ഒക്കെ ഒഴിവാക്കപ്പെടും. 3 നേരം കുളിച്ച് ശീലമുള്ള മലയാളികൾക്ക് കുളിക്കാൻ വെള്ളമില്ലാതെ വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ നമ്മളോട് വിളിച്ചു പറയുന്നത്. വെള്ളമേ ഇല്ല അവിടെ. ജലമാണ് ജീവൻ, ജീവന്റെ ജീവൻ, ജലമെന്റെ അമ്മയാണ്, അമൃതമാണ്. അമിതമായ ജലചൂഷണത്തിന്റെ വിപത്തുകളുടെ തൊട്ടരികെയാണ് ലോകം. 220 കോടി ജനത ഇപ്പോഴും ദൈനംദിന ഉപയോഗത്തിനായി ശുദ്ധജലത്തെ അല്ല ആശ്രയിക്കുന്നത്. ലോകത്തെ പകുതിയിലധികം ജനതയും വർഷത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്നുവെന്നാണ് കണക്ക്. കടുത്ത ജലക്ഷാമത്തെ തുടർന്ന് ദക്ഷിണാഫ്രിക്കൻ തലസ്ഥാനമായ കേപ്പ് ടൗണിൽ ജലവിതരണം സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷമാണ്. 500 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ജലക്ഷാമത്താൽ വലയുകയാണ് രാജ്യത്തിന്റെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരു. മഴ കുറഞ്ഞതും 3000-ഓളം കുഴൽക്കിണറുകൾ വറ്റി വരണ്ടതുമാണ് തിരിച്ചടി. ആസൂത്രണമില്ലാതെ അതിവേഗം നഗരവൽക്കരണം നടത്തിയതും പ്രതിസന്ധിയായി. ജലദൗർലഭ്യം രൂക്ഷമായതോടെ വിചിത്രമായ പല നിയന്ത്രണങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് ബംഗളൂരു. വാഷിംഗ് മെഷീനിൽ ബ്ലാങ്കറ്റുകളും ജാക്കറ്റുകളും അലക്കാൻ പാടില്ല. വാഹനം കഴുകുന്നവർക്കും സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നവർക്കും പിഴ ഈടാക്കും. വെള്ളമെത്തിക്കുന്ന സ്വകാര്യ ടാങ്കറുകളാകട്ടെ അമിത നിരക്കാണ് ഈടാക്കുന്നത്. തന്റെ വീട്ടിലെ കുഴൽക്കിണറിലും വെള്ളമില്ലെന്നാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പരിഭവം പറച്ചിൽ. സംസ്ഥാന സർക്കാരാണ് ജലദൗർലഭ്യത്തിന് കാരണമെന്ന് പ്രതിപക്ഷവും കേന്ദ്രവും മുൻ സർക്കാരുകളെ പഴിചാരി സർക്കാരും രംഗത്തെത്തിയതോടെ ജലരാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ കൈവരികയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.